നല്ലൊരു അവിൽ വിളയിച്ചതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിലേക്കായി ഞാനൊരു 250-300 ഗ്രാം ശർക്കര എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിനൊന്ന് ശർക്കര പാനിയായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശർക്കര എല്ലാം നല്ല അലുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ഫിൽട്ടർ വെച്ച് നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം. ശർക്കര എന്തെങ്കിലും കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്നിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് വയ്ക്കാം. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഉരുളി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിക്കാം. കൂടാതെ തന്നെ ഞാനിതിലേക്ക് ഒരു തേങ്ങ, വലിയൊരു മീഡിയം സൈസ് തേങ്ങ ചെറുതായി ചിരവി എടുത്തതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് നമുക്കിതിനൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം എല്ലാം വറ്റുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കര പാനിയും ഈ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം എല്ലാം ഒന്ന് വറ്റുന്ന രീതിയിൽ നമുക്ക് തുടർച്ചയായിട്ടൊരു 4 to 5 മിനിറ്റ്സ് എങ്കിലും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഏകദേശം ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരും. ഇപ്പോൾ അവിലല്ല ഈ തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കണം. ഇതിനൊപ്പം തന്നെ നേരത്തെ നമ്മളൊരു ഏകദേശം ഒരു 3 കപ്പ് അവിലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 3 കപ്പ് അവിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് കളറോ റെഡ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ 3 കപ്പ് അവിലും കൂടി ഞാനിതിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അവിലേക്ക് നന്നായിട്ട് ഈ പറയുന്ന ശർക്കരയും തേങ്ങയും എല്ലാം മിക്സ് ആകുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവ കൂടി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. ആ കൂട്ടത്തിലേക്ക് നമ്മളൊരു കാഷ്യൂനട്ട്, ബ്രോക്കൺ കാഷ്യൂനട്ടാണ് ഞാൻ എടുക്കുന്നത്. കാഷ്യൂനട്ട് ഒരു 2-3 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് വലിയതാണുള്ളത് നിങ്ങൾക്ക് വലുത് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ എള്ള് കൂടി ചേർത്ത് ഈ ഇതും കൂടി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിലേക്ക് ചേർത്ത് വെക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ അണ്ടിപ്പരിപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് പൊട്ടുകടല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പൊട്ടുകടല ഇടുന്നില്ല, നിങ്ങൾക്ക് അതും കൂടി വേണമെങ്കിൽ ഇടാവുന്നുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി ഞാൻ ചേർക്കുകയാണ്. ഇതിൽ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ എള്ളും കൂടി ചേർത്ത് എള്ള് ഇട്ടതിന് ശേഷം ഒത്തിരി നേരം നമ്മൾ വഴറ്റരുത്. എള്ള് കരിഞ്ഞു പോകും. ഒരു 5 to 6 സെക്കൻഡ് മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇപ്പം ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ച അവിലേക്ക് ഇടുവാണ്. ഈ അവിലേക്ക് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്നും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവിൽ വിളയിച്ചതാണിത്. ഇത് എയർ ടൈറ്റായിട്ട് ഒട്ടും വെള്ളമില്ലാതെ എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിൽ വെച്ച് ഒത്തിരി ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒന്ന് തണുത്ത് ഒരു 2-3 hours കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് അതിന് ശേഷം ഒരു 2-3 hours, 3-4 hours, അതായത് ഇതിൻ്റെ തണുപ്പെല്ലാം നന്നായിട്ട് ചൂടെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. അതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ അവിൽ വിളയിച്ചൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.